ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് ഫോർ ഷോപ്പിംഗ്. അതായത് ഒരു ഷോപ്പിംഗ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചില ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനത്തിന് എന്താ വില എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം നിങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചില ഷോപ്പ് കണ്ടാൽ അവിടെ ബാഗ് ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അവിടെ ചെരുപ്പ് ഉണ്ടായിരിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. സോ ഇവിടെ ഇന്ന സാധനം വിൽക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അതുപോലെ കടക്കാരൻ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കാണിച്ചു തന്നാൽ ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൽ വേറെ കളറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് തുടങ്ങി ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോപ്പിങ്ങിലും എന്ത് ചെയ്യേണ്ടി വരും, ബാർഗെയിൻ ചെയ്യേണ്ടി വരും അല്ലേ. ഇത് കുറച്ചുകൂടി വില കുറച്ച് തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാർഗെയിനിങ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ്. ടുഡേ ഈസ് ക്ലാസ് 26 ഓഫ് അവർ കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് 13 അല്ലേ. 13 ക്ലാസ്സുകൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചെയ്തു. അതേപോലെ 10-12 ക്ലാസ്സുകൾ ജനറൽ ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരു ക്ലാസ്സുകൾ ലൈഫിലുള്ള ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഉണ്ടായിരിക്കും, അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ആവശ്യമുള്ള നമ്മൾ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ ഐ മീൻ ക്വസ്റ്റ്യൻസ് ഇന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പറും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ സ്ക്രിപ്റ്റ് നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് നന്നായിട്ട് വായിക്കുക. അതിലുള്ള ചോദ്യങ്ങളും അതിനുള്ള പോസിബിൾ ആൻസർ ഉപയോഗിച്ചിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അത് നന്നായിട്ട് വായിക്കുകയും ഇതൊക്കെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരെയോ കണ്ടെത്തിയിട്ട് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെയും കൂടി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റോൾ പ്ലേ പോലെ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റാണത്. എല്ലാവരും ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക.